ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു ചൂടുകാലത്ത് കുടിക്കാൻ പറ്റുന്ന 2 തരം നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മനസ്സും ശരീരം ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു നാരങ്ങ വെള്ളം കിടിലൻ രുചിയിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ചെറിയൊരു പച്ചമുളകിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് മാത്രം, കൂടുതലിട്ടാൽ നിങ്ങൾക്ക് എരിയുടെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് വലിയൊരു നാരങ്ങൻ്റെ പകുതിയാണ്, അതിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസിൻ്റെ അളവിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 ഗ്ലാസ് വെള്ളം ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇഞ്ചിയുടെയും പുതിനയുടെയൊക്കെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും പോയി കിട്ടാനാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇത് നല്ലൊരു കളർഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കാണുമ്പോൾ ചെറുതായിട്ടൊരു കളറിനൊരു മാറ്റമുണ്ട്. ഇതൊരു പച്ച കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളത്തിലാണ് ഞാനത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളമാണിത്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാഹം മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീണവും മാറും, നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ നാരങ്ങ വെള്ളം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത നാരങ്ങ വെള്ളം തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു നാരങ്ങ വെള്ളം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ്. അത് നാച്ചുറലായിട്ടുള്ള കളർ തന്നെയാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഇഞ്ചിയും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വലിയൊരു നാരങ്ങയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അളവിനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണിത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണിത്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ തന്നെ വല്ല ഫംഗ്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽക്കും നമ്മളിത് തയ്യാറാക്കിയെടുക്കാം. നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ്. ഇത് ക്യാരറ്റിൻ്റെ ഒരു ചുവ ഇതിലില്ല, വളരെ ടേസ്റ്റിയാണ്. ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സബ്ജ സീഡ്സോ അല്ലെങ്കിൽ കസകസോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. തീർച്ചയായും ഈ ഒരു നാരങ്ങ വെള്ളം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.